ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ MA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ഇയറിലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാം പാറ്റേൺ വരുന്നത് 100 മാർക്സിനാണ് വരുന്നത്. 3 ഹവറായിട്ടാണ് എക്സാമിൻ്റെ ടൈം വരുന്നത്. പിന്നെ ടോട്ടൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ പേപ്പറിനും ഉണ്ടാവുക. അതിൽ 20 മാർക്കിനും അതുപോലെ 10 മാർക്കിനുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടാണ് ഓരോ പേപ്പറും വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഡിസംബർ 2018 ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ സൊസൈറ്റി എന്ന പേപ്പറിൽ നോക്കാം. ഇതിൽ അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. അതിന് 500 വേർഡ്സ് ഉണ്ടായിരിക്കണം എന്നാണ്. അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്, ഓരോ സെക്ഷനിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റംപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ് നൽകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ സൊസൈറ്റി പേപ്പറിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കാം. സെക്ഷൻ 1 എക്സ്പ്ലെയിൻ ദ ടേം നിയോലിത്തിക് റെവല്യൂഷൻ. നിയോലിത്തിക് റെവല്യൂഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എങ്ങനെയാണ് പാലിയോലിത്തിക്കിനേക്കാളും നിയോലിത്തിക് സൊസൈറ്റി കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ വിവരിച്ച് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ എമർജൻസ് ഓഫ് ഏർലി ബ്രോൺസ് ഏജ് സ്റ്റേറ്റ്. ഏർലി ബ്രോൺസ് ഏജ് സ്റ്റേറ്റിലെ നമ്മൾ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ്, എമർജൻസിലുള്ള ഇമ്പോർട്ടൻസ് എഴുതാനാണ്. ഡിസ്കസ് ദ 2 phase ഓഫ് എക്സ്പാൻഷൻ ഓഫ് റോമൻ എംപയർ. തേർഡ് ക്വസ്റ്റ്യൻ റോമൻ എംപയറിലെ അതായത് എക്സ്പാൻഷൻ ഓഫ് റോമൻ എംപയറിൻ്റെ 2 ഫേസസിനെ കുറിച്ച് എഴുതാനാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ട്രേസ് ഹിസ്റ്ററി ഓഫ് അറബ് സൊസൈറ്റി ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അഡ്വെൻറ്റിന് മുന്നേയുള്ള അറബ് സൊസൈറ്റിയുടെ ചരിത്രം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് അബൌട്ട് നോട്ട്സ്. അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ ABCD എന്നീ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 250 വേർഡ്സ് ഓരോന്നിനും വേണം. 2 എഴുതാനാണ് പറയുന്നത്. പാസ്റ്ററൽ നോർമലിസം, സൊറാസ്ട്രിയനിസം, കോൺഫ്യൂഷനിസം ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തിലെ രണ്ടാമത്തെ സെക്ഷൻ ഡിസ്കസ് ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ ഗ്രോത്തും അതുപോലെ റൈസിനെയും കുറിച്ച് ചർച്ച ചെയ്യാണ്. ഡിസ്കസ് ദ റിലീജിയൻ ട്രഡീഷൻ. പ്രീ മോഡേൺ ചൈനയിലെ റിലീജിയസ് ട്രഡീഷനെ ഡിസ്കസ് ചെയ്യാണ്. 8th ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ റോൾ ഓഫ് ആർമീനിയൻ ആൻഡ് ജൂയിഷ് ബിസിനസ് കമ്മ്യൂണിറ്റീസ് ഇൻ മെഡീവൽ പീരീഡ്. 9th ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ വേരിയസ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ഡെമോഗ്രഫി ഓഫ് മെഡീവൽ പീരീഡ്. മെഡീവൽ പീരീഡിലെ ഡെമോഗ്രഫിയിലെ മാറ്റത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിട്ടുള്ളത്, അപ്പോൾ അതിൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് എഴുതാനാണ്. 10ാമത്തെ ചോദ്യം ഏതെങ്കിലും 2 എഴുതാനാണ്. 250 വേർഡ്സ് ഓരോന്നിനും വേണം. കോൺട്രിബ്യൂഷൻസ് ഓഫ് കോപ്പർനിക്കസ്, അതുപോലെ റോൾ ഓഫ് ബഞ്ചാരാസ് ഇൻ ട്രേഡ് ഇൻ മെഡീവൽ ഇന്ത്യ, പ്രൊട്ടസ്റ്റാന്റിസം ആൻഡ് ഫാമിലി സ്ട്രക്ചർ ഇൻ യൂറോപ്പ് ഇൻ 16th and 17th century. ഇനി 2018 ഡിസംബറിലെ അടുത്ത പേപ്പറാണ് മോഡേൺ വേൾഡ്. ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദ ഐഡിയ ഓഫ് എൻലൈറ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് കോക്രിറ്റിക്സ്. അതിന് 20 മാർക്ക് ഇതാണ് വരുന്നത്. അപ്പം നമ്മൾ ഓരോന്നിനും 500 വേർഡ്സ് കൗണ്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റി എന്താണ്? എക്സ്പ്ലെയിൻ ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. സോഷ്യൽ സ്ട്രക്ചേഴ്സിലുള്ള പുതിയ ഡെവലപ്മെൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ആൻ എസ്സേ ഓൺ ദി ഹിസ്റ്റോറിക്കൽ പ്രോസസ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ. ഡെമോക്രറ്റൈസേഷൻ്റെ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുകയാണെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാനോ, ഒന്ന് ഡിഫൈൻ ചെയ്യാനോ, ഒന്ന് എസ്സേ എഴുതാനോ, ഒന്ന് അനലൈസ് ചെയ്യാൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടേംസുകളാണ് നമുക്ക് അവർ ചോദിക്കുന്നത്. ഇതിനെല്ലാം നമ്മളൊരു എസ്സേ പാറ്റേണിലാണ് എഴുതേണ്ടത്. എങ്കിലും നമ്മൾ അത് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് ഇപ്പോൾ ഡിസ്കസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു വേറൊരു ആശയമാണ്. ഓരോ ടേംസിന് ഡിസ്കസ്, ഡിഫൈൻ, അതുപോലെ റൈറ്റ് ആൻ എസ്സേ, അനലൈസ്, ഇതിനൊക്കെ അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വേണം നമ്മൾ എഴുതാൻ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞു ഇമ്പീരിയലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാനോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട് ആൻഡ് എനി ക്വസ്റ്റ്യൻ. ഇതിൽ ABCDയിൽ നമുക്ക് 2 എഴുതാനാണ്. ഹ്യൂമാനിസം, ബ്യൂറോക്രറ്റൈസേഷൻ, സോഷ്യൽ ലെജിസ്ലേഷൻ ഇൻ ജർമ്മനി അണ്ടർ ബിസ്മാർക്ക്, ഡീകോളനൈസേഷൻ ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇനി അടുത്തത് നമുക്ക് എഴുതാൻ റൈറ്റ് എ നോട്ട് ഓൺ
ഡീകൊളനൈസേഷൻ ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ള നോൺ അലൈൻഡ് മൂവ്മെന്റും ഡീകൊളനൈസേഷനെയും കുറിച്ച് നോട്ട് ചെയ്താനാണ്. അടുത്തത് 7th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ ഇൻ റഷ്യ. റഷ്യയിൽ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ്റെ റൈസിന് കാരണം എന്താണ്, അതിന് ഇവാലുവേറ്റ് ചെയ്യാൻ. ഡിസ്കസ് ദ മേജർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഓഫ് ദി 20th സെഞ്ച്വറി. 8th ക്വസ്റ്റ്യൻ, 20ാം നൂറ്റാണ്ടിലെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ്റെ മേജർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ്. പിന്നെ 9th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ടേം കൺസ്യൂമറിസം ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസ്യൂമറിസ്റ്റ് മൂവ്മെന്റ് ആസ് ഇറ്റ്സ് ഡെവലപ്ഡ് ഇൻ യൂറോപ്പ്. ആൻഡ് 10th ക്വസ്റ്റ്യൻ ഇതുപോലെ വരുന്നത് നമുക്കിതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ്. യൂണിപോളാരിറ്റി, ദി ഡിസംബറിസ്റ്റ് അപ്രൈസിംഗ് ആൻഡ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, ടെക്നോളജി ആൻഡ് വാർ. ഇനി അടുത്ത പേപ്പർ വരുന്നത് 2018 ഡിസംബറിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇതിൽ വരുന്നത് സെക്ഷൻ 1 അനലൈസ് ദ നേച്ചർ ഓഫ് കുഷന സ്റ്റേറ്റിനെ കുറിച്ച് എഴുതാനാണ്. ഡിസ്കസ് ദ പ്രോസസ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ അണ്ടർ ദ രജ്പുട്സ് ഇൻ ദ ഏർലി മെഡീവൽ പീരീഡ്. ആൻഡ് 3rd ക്വസ്റ്റ്യൻ, അനലൈസ് ദ വേരിയസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് അണ്ടർ ദി മുഗൾസ്. മുഗൾസിൻ്റെ കീഴിലുള്ള നേച്ചർ ഓഫ് സ്റ്റേറ്റിൻ്റെ വേരിയസ് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് എഴുതാണ്. അപ്പം ഇൻ്റർപ്രിട്ടേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ ഹിസ്റ്റോറിയൻസ് ഒക്കെ ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്തതായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ 4th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഇൻ ദി 18th സെഞ്ച്വറി പൊളിറ്റിക്സ്. 5th ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ടു. ദ ഗണസംഖ, അതിനെക്കുറിച്ച് ഗണസംഖ എന്താണ്, അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ. പിന്നെ അതുപോലെ ബ്രഹ്മദേയ, അതിൻ്റെ അർത്ഥം എന്താണ്, ഇതാ അങ്ങനെ ഒരു 10th, അതായത് 10 മാർക്കിനാണ് ഇതിൽ ഓരോന്നിനും. ഇതിൽ 2 നമുക്ക് എഴുതാനുള്ളൂ. അപ്പം ഇത് ഗണസംഖ്യ എഴുതുകയാണെങ്കിൽ അതേ 10 മാർക്കിനും കൗണ്ട് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഒരു 3-4 പേജെങ്കിലും നമുക്ക് ഗണസംഖ്യന വേണ്ടി വരും എഴുതാൻ. അതുപോലെ ബ്രഹ്മദേയ, ദ കിങ്ഡം ഓഫ് മാൽവ, ദ ബ്യൂറോക്രസി, ദ സ്റ്റീൽ ഫ്രെയിം ഓഫ് ദി രാജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ, അനലൈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ദി പല്ലവാസ്. പല്ലവാസിന് കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്തൊക്കെയാണ്. ആൻഡ് 7th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ ഡെക്കാൻ അണ്ടർ ദി മുഗൾസ് ആൻഡ് ദി നിസാം ഇൻ ദി 18th സെഞ്ച്വറി. ആൻഡ് 8th ക്വസ്റ്റ്യൻ, അനലൈസ് ദ റെവല്യൂഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അണ്ടർ ദി കൊളോണിയൽ റൂൾ. 9th question, how did the colonial and nationalist legacy influence the post-colonial Indian polity? പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ പൊളിറ്റിയിൽ എങ്ങനെയാണ് നാഷണലിസ്റ്റ് ലിഗസി അതുപോലെ കൊളോണിയൽ സോക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 10th ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് എഴുതാനാണ്. അയഗാർ സിസ്റ്റം, പെർമനന്റ് സെറ്റിൽമെന്റ്, ആർമി ഓർഗനൈസേഷൻ അണ്ടർ ദി ഡൽഹി സുൽത്താനറ്റ്, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ മൗര്യാസ്. അപ്പം നമ്മൾ ഡിഗ്രിയിൽ നിന്ന് PG നമുക്ക് MA ഡിഫറെൻ്റ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിഗ്രിയിൽ നമുക്ക് ഏകദേശം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഒരു 80 മാർക്സിനൊക്കെ ആയിരിക്കും അധികവും ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ PGയിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോന്നും 20 മാർക്ക് essay ടൈപ്പ് ആയിട്ടാണ് നമുക്ക് അധികവും വരുന്നത്. അപ്പം അത്യാവശ്യം നമ്മൾ എല്ലാ പോയിന്റ്സുകളും ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുമ്പോഴേ നമുക്കിവിടെ മാർക്സ് വരുന്നുള്ളൂ. 2018 ഡിസംബറിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി, അതിൽ സെക്ഷൻ 1 ഡിസ്കസ് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ സിറ്റീസിൻ്റെ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഏതാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, give a brief account of the nature of Islamic theory of taxation. ഇസ്ലാമിക് തിയറി ടാക്സേഷൻ്റെ, അതായത് ടാക്സേഷൻ്റെ മേലുള്ള ഇസ്ലാമിക് തിയറിയിൽ അതിൻ്റെ നേച്ചറുകൾ എന്താണ്, അക്കൗണ്ട് ഓഫ് ദി നേച്ചർ അത് എഴുതാനാണ്. ടു വാട്ട് എക്സ്റ്റെൻഡ് ദ തുർക്സ് ആൻഡ് ദി മുഗൾസ് ഇംപ്ലിമെൻറ്റഡ് ദി ഇസ്ലാമിക് പ്രാക്ടീസസ്. അതുപോലെ 3rd ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ composition of the social groups engaged in agricultural production in the post-Gupta North India. post-Gupta North ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ ഏതൊക്കെ തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്ന് ഡിഫൈൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും. 4th question, what role did the state play in the growth of the non-agricultural production during the medieval period? medieval period കാലഘട്ടത്തിൽ സ്റ്റേറ്റ് എങ്ങനെയാണ് നോൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ വളർച്ചയിൽ പ്ലേ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. 5th question, റൈറ്റ് ഷോർട്ട് നോട്ട്. അതിൽ ഗെയ്ഡ് അണ്ടർ മൗര്യ ഡൈനാസ്റ്റി, ബ്രഹ്മദേയ,
Kasba, maritime trade between 6th to 13th century. ഇനി ഇതിലെ സെക്ഷൻ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി ഇന്ത്യൻ small scale industries during the late 18th and early 19th century. 7th question, examine the impact of the Swadeshi movement on the development of the science and technology in India. ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ സ്വദേശി മൂവ്മെൻറ്റിന് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്വദേശി മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി 8th question, അനലൈസ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ മെർച്ചൻറ്റ് ഡ്യൂറിങ് ദി 19th century. 19th centuryയിൽ ഇന്ത്യൻ മെർച്ചൻറ്റിൻ്റെ കണ്ടീഷൻസ് അനലൈസ് ചെയ്ത് എഴുതാണ്. 9th question, ഇവാലുവേറ്റ് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ലാൻഡ് പോളിസിനെ കുറിച്ച് എഴുതാനാണ്. പിന്നെ നമുക്ക് 10th questions, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോൾ നമുക്ക് ഒരേ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്. 10th questionനും അതുപോലെ 5th questions നമുക്ക് ഓപ്ഷൻസ് എഴുതാനാണ് വരുന്നത്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഹുണ്ടി ആൻഡ് ഡിക്ലൈൻ ഓഫ് സൂറത്ത് ആൻഡ് ബിർള ബ്രദേഴ്സ്. ഇനി 2018 ജൂണിൽ, ഇതുവരെ നമ്മൾ ഡിസംബറിലാണ് ഡിസ്കസ് ചെയ്തത്. ഇനി 2018 ജൂണിലാണ്. അപ്പോൾ ജൂണിലാകുമ്പോൾ നമുക്ക് 2 രീതിയിൽ എക്സാം എഴുതാം. ജൂണിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ജൂണിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസംബറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ ടൈമിൽ. അപ്പോൾ അങ്ങനെ നമുക്കൊരു സൈക്ലിക്കൽ പ്രോസസ് ആയിട്ട് വരുന്നുണ്ട്. ഇഗ്നോ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ എന്ന് പഠിച്ച് തീർന്നോ അന്ന് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ അടുത്തത് ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റിയിൽ ഇത് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ദി ഗ്രോത്ത് ഓഫ് പാസ്റ്ററൽ നൊമാഡിസം. Trace the process of urbanization in the Bronze Age civilization. Bronze Age civilization, urbanization process. ഇതൊക്കെ നമുക്ക് ഏകദേശം സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ പേപ്പറിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള. അപ്പം അതായിരിക്കും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ പഠിച്ചു പോയാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. എക്സാമിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി ഇൻ ആൻഷ്യന്റ് ഗ്രീസ്. 4th question, write a brief note on the essential features of Inca civilization. 5th question, write short note ആണ് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിൽ ലാംഗ്വേജിന് എന്താണ് റോൾ ഉള്ളത്. ദ പിരമിഡ്സിനെ കുറിച്ച് എഴുതാനാണ്. ക്രിസ്ത്യാനിറ്റി ഇൻ ദി റോമൻ എംപയർ ആൻഡ് മംഗോൾ എംപയേഴ്സ്. അതിന് അതിൽ സെക്ഷൻ 2 ക്രിട്ടിക്കലി എക്സാം ടേം ഫ്യൂഡൽ റെവല്യൂഷൻ എന്നുള്ള ടേമിനെ ക്രിട്ടിക്കലി ആയിട്ട് എക്സാം ചെയ്യാനാണ് പറയുന്നത്. 7th question, discuss the process of the Portuguese consolidation in Indian Ocean and its impact on Indian overseas trade. 8th question, write an essay on new advances and developments in the fields of science and technology in medieval Europe. And 9th question, how did technological development change the warfare in medieval period? 10th, manners, Armenian merchants, development of printing, Calvinism. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഡിഗ്രിക്കും പ്രീവിയസ് ഇയേഴ്സിൽ പഠിച്ചത് സെയിം സാധനമാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒന്നും കൂടി നമ്മൾ ഡീപ്പായിട്ട് ഇവിടെ ഡിസ്കവർ ചെയ്തിട്ട് പഠിക്കണം. എന്നാലേ നമുക്കൊരു 20 മാർക്കിനൊക്കെ എഴുതി പിടിപ്പിക്കാൻ കഴിയുള്ളൂ. ഇനി മോഡേൺ വേൾഡ്, ജൂൺ 2018, Section 1, evaluate the significance of Renaissance for the understanding of the modern world. Discuss the various theories of state. 3rd question, define nationalism and explain the emergence of growth of nationalism. And 4th question, examine the debates on the transition from feudalism to capitalism. അതായത് ഡിബേറ്റ്സിനെ എക്സാമിൻ ചെയ്യാനാണ്. ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കുള്ള ട്രാൻസിഷൻ്റെ മേലുള്ള ഡിബേറ്റ്സിനെ എക്സാമിൻ ചെയ്തിട്ട്, അതായത് നമ്മൾ അപ്പോൾ ഡിബേറ്റ്സുകൾ ഏതൊക്കെയാണ് ഒരു എക്സാമ്പിൾ എടുത്ത് എഴുതുകയാണ് ഇവിടെ വേണ്ടത് എക്സാമിൻ ചെയ്യാൻ പറയുമ്പോൾ. ഇനി 5th question, റൈറ്റ് ഷോർട്ട് നോട്ടാണ്. റൊമാൻറ്റിസിസം, ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലിസം, വാർഫെയർ. ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലിസം അപ്പോൾ ഇതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. വെൽഫെയർ സ്റ്റേറ്റ് എന്താണെന്നും അതിലുള്ള കാര്യങ്ങൾ എഴുതുക. മീനിങ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഇനി നമുക്കിതിൽ സെക്ഷൻ 2 വരുന്നത് വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ഇൻ്റർനാഷണൽ റിവലൻസ് ഇൻ ദ 20th century. 7th question, discuss the impact of the French Revolution on the emergence of new political culture in Europe. 8th question, how did the revolutions in the realm of knowledge influence the modern world? 9th question, discuss different theories of demographic change. 10th, കോൾഡ് വാർ എന്താണ്. ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 19th century, ജർമ്മനി.
ഇക്കോളജിക്കൽ അവയർനെസ്, ദ കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ വാർ. ഇനി അടുത്ത പേപ്പർ 2018 ജൂൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമിയാണ്. ഇന്ത്യൻ ഇക്കോണമി നമുക്ക് പഠിക്കാൻ ഒരു 3 വോളിയൂംസ് തന്നെ ഉണ്ട്. കുറച്ച് ടോട്ടലി കുറച്ചൊന്ന് കവർ ചെയ്യാനുണ്ട്. ക്രിട്ടിക്കൽ അനലൈസ് ദ നേച്ചർ ഓഫ് ലാൻഡ് ടെനേഴ്സ് അണ്ടർ the Cholas. First question, discuss the debates among the historians over the issue of urban decay during early medieval times. In your opinion, which arguments stand out more convincing and why? ഇതിൽ നമ്മളെ ഒപ്പീനിയൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ഏത് ആർഗ്യുമെൻ്റ് ആണ് കൂടുതലും കൺവിൻസിങ് ആവുന്നത്, എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഡിസ്കസ് ദ ഡിബേറ്റ്സ് എമംഗ് ദി ഹിസ്റ്റോറിയൻസ്. ഏർബൺ ഡീകെ ഡ്യൂറിങ് ഏർലി മെഡീവൽ ടൈംസിലുള്ള ഏർബൺ ഡീക്കയുടെ അതിൻ്റെ മേലുള്ള ഹിസ്റ്റോറിയൻസിൻ്റെ ഡിബേറ്റ്സിന് ആദ്യം നമ്മൾ എഴുതണം. എന്നിട്ട് നമുക്ക് ഇതിൽ ഏത് ആർഗ്യുമെൻ്റാണ് ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആയിട്ടുള്ളത് നമ്മുടെ ഒപ്പീനിയനിൽ എഴുതാൻ, എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിബേറ്റ് അത്രത്തോളം കൺവിൻസിങ് ആയി തോന്നിയത്, എന്താണ് കാര്യം, അത് എഴുതാനാണ്. തേർഡ് ക്വസ്റ്റ്യൻ, Persian wheel and spinning wheel provided a big boost to medieval economy. Do you agree? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? Give reason ചെയ്യാൻ. And discuss the nature of land tax with its salient features under the Delhi Sultanate and Mughal Empire. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, growth of banking in medieval India. medieval ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഗ്രോത്ത്, Ayaga's feudalism in India and then Datni system. Section 2, ഇതിൽ 6th ക്വസ്റ്റ്യൻ വരുന്നത്, enumerate the impact of railways on Indian markets and merchants. ഇന്ത്യൻ മെർച്ചൻസിനെയും മാർക്കറ്റിൻ്റെയും മേലിൽ എങ്ങനെയാണ് റെയിൽവേ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് എന്യൂമറേറ്റ് ചെയ്യാനാണ്. 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്ന് എഴുതാൻ. അതിൻ്റെ എക്സാമിൻ തീർത്ഥങ്കർ റോയ്സ് ആർഗ്യുമെൻറ്റ് ഓൺ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇതിൽ തീർത്ഥങ്കർ റോയ്സിൻ്റെ ആർഗ്യുമെൻറ്റ് എന്താണ് അത് വിശദീകരിച്ച് എഴുതണം അപ്പം അവിടെ എക്സാമ്പിളായിട്ട്. ആൻഡ് 8th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദി 18th century. 9th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മെയിൻ ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ in British India over the period 1892-1950. പിന്നെ 10th വരുന്നത് നമുക്ക് ഇക്കണോമിക് റിഫോംസ് ഓഫ് 1991 ആൻഡ് ഡ്രെയിൻ ഓഫ് വെൽത്ത്, മഹൽവാരി സിസ്റ്റം, പോപ്പുലേഷൻ ചേഞ്ച് ഇൻ കൊളോണിയൽ ഇന്ത്യ. ഇനി 2018 ജൂണിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ സെക്ഷൻ 1 എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റൈസ് ഓഫ് ദി സതവാഹന സ്റ്റേറ്റ്. വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ദി സതവാഹന സ്റ്റേറ്റ്? അപ്പോൾ ഇതിൻ്റെ സതവാഹന സ്റ്റേറ്റ് റൈസിൻ്റെ കാരണം എഴുതണം, അതിൻ്റെ നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് പെർസ്പെക്റ്റീവ് എക്സ്പ്ലെയിനിങ് ദ ട്രാൻസിഷൻ ടു ഏർലി മെഡീവൽ ഇന്ത്യ. ഏർലി മെഡീവൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസിഷൻ്റെ വേരിയസ് പെർസ്പെക്റ്റീവുകൾ എഴുതാനാണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ബഹ്മനി കിങ്ഡം. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് of the control used by the British colonial power in India. And fifth question, the Vagadagas and the Nadu Fakri Mudabbir and the Adab-ul Arab was Shujat. ഇതെന്തോ ഒരു ബുക്ക് അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ആ കറക്റ്റ് അറിയില്ല. ദ ഡച്ച് ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. 6th question, write a note on the administrative and institutional structures under the Pallavas. Analyze the central administration under the Delhi Sultanate. Delhi Sultanate കീഴിലുള്ള central administration. And 8th question, critically examine the Mansab and Jag system under the Mughals. 9th question, discuss the imperial ideologies that influenced the colonial rule in India. 10th, Ganasangas, Nayaka system, Raitwari settlement and educational dispatch of 1854. ഇനി 2017 ജൂണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. Ancient and medieval society. Give a brief account of the beginning of the agriculture. What were its consequences for society?
Second question, analyze the forms of the writing tradition in Bronze Age civilization. Writing tradition forms discuss cheyananu. And third question, who were patricians ആരാണ്? How did they manage to dominate plebeians in Roman society? Fourth question, write a detailed note on the Inca civilization. Fifth question, analyze the religious tradition in pre-modern China. And section 2, analyze the changes which affected feudalism in its second phase during 11th to 14th century. Seventh question, write a note on the merchant communities in India during the medieval period. Eighth question, give a brief account on the major advances made in the field of astronomy and science in Europe during the medieval period, and discuss the process of urbanization in the medieval period. What was the relationship of the towns with rural areas? 10th വരുന്നത്, source for the study of prehistory, the rule of first 4 caliphs in Arabia and nomadic migrations, lords and vassals. ഇനി 2017 ജൂണിലെ മോഡേൺ വേൾഡ്. How did the Renaissance create conditions for the making of a new world? First question. സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി വന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മോഡേൺ കോൺസെപ്റ്റ്സ് ഓഫ് ദി സ്റ്റേറ്റ്? മോഡേൺ കോൺസെപ്റ്റ്സ് ഓഫ് സ്റ്റേറ്റ് എന്താണ്? ആൻഡ് ഡിസ്കസ് ദം ഇൻ ദി കണ്ടെക്സ്റ്റ് ഓഫ് Gandhian perspective on the state. Third question, discuss the growth of bureaucracy in its relation to the modern state. Fourth question, analyze the main features of commercial capitalism. And fifth question, what do you understand by nationalism? How did nationalism develop in modern times? And then section 2, what is colonialism എന്താണ്? And describe various states of colonialism എഴുതാനാണ് പറയുന്നത്. And seventh question, explain the ideological and economic factors that shaped the modern international relations. Eighth question, discuss the reason for the occurrence of the socialistic revolution in Russia. Ninth question, establish linkage between the process of industrialization and ecological damage. 10th നമുക്ക് enlightenment and the idea of progress, meaning of underdevelopment, European migration to the North America, education in 20th century. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമുക്ക് വരുന്നത്. ഇനി 2017 ജൂണിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ പേപ്പറിൽ സെക്ഷൻ 1 ഡിസ്കസ് ദ ഒറിജിൻ ഓഫ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ഇൻ ദി ഏജ് ഓഫ് ബുദ്ധ ടൈമിൽ ഈ ടെറിട്ടോറിയൽ സ്റ്റേറ്റിൻ്റെ ഒറിജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. Second question, write a note on the nature and social origins of the politics in South India between 3rd to the 6th century AD. Third question, briefly explain various perspectives on transition to early medieval India. അതുപോലെ fourth question, analyze the features of the state under the Delhi Sultanate with a special reference to Fakrai Mudabbir and Barani text. Fifth question, briefly discuss the major instrument of the administrative control used by the colonial state in India. And then section 2, analyze the administrative and institutional structure under the Chola rulers. Chola rulersന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. 7th question, write a note on Nayaka system and Ayakar system in the Vijayanagar state. Vijayanagar സ്റ്റേറ്റിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ നായക സ്റ്റേറ്റ് അയക്കാർ സിസ്റ്റം ഓക്കെ സിസ്റ്റം. And 8th question, critically examine the various views concerning the nature of the Mughal state in India. And 9th question, critically analyze the impact of the colonial rule on Indian education system. ഇനി ഇതിൽ തന്നെ evangelicalism, nobility under the Sultanate, Jagir system, judicial system in ancient India. 2017 ജൂണ്, history of Indian economy. Discuss the centralized economic structure of the Mauryan Empire. How was it different from the Satavahana and Kushana Empire? കുഷ്ണയിൽ നിന്ന് ശതവാഹനയിൽ നിന്ന് എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. Discuss the revisionist school of historiography on the medieval Indian economy with a special context to the centralized nature of the state. Third question, describe the pattern of trade and urbanization in Deccan between 300 BC
to AD 300. Any fourth question, to what extent did feudalism in early medieval India after the pattern of economic activities discussed? പിന്നെ ഇതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ദദാനി സിസ്റ്റം എന്താണ്, ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, മെറ്റലർജി ഡ്യൂറിങ് മെഡീവൽ ഇന്ത്യ, കസ്ബാസ് ഇൻ മെഡീവൽ ഇന്ത്യ. ഇനി ഇതിൽ സെക്ഷൻ 2 വരുന്നത്, ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, urban centers contributed in accelerating the economic activities during medieval India? മെഡീവൽ ഇന്ത്യയിൽ ഇന്ത്യൻ്റെ ടൈമിൽ ഇക്കണോമിക് ആക്ടിവിറ്റി ആക്സിലറേറ്റിംഗ് ചെയ്യുന്നതിന് urban centers എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിലും എന്ത് എന്ന് എഴുതണം. ആൻസർ ആണ്, ഡിസ്കസ് ദ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഡ്യൂറിങ് ദ മെഡീവൽ ഇന്ത്യ. How did the innovations affect the economic pattern? Eighth question, discuss the salient features of economic policies adopted in 1950s, how it was different from the economic pre-independent India. Do you agree with the view that medieval India was marked by unchanging stagnant economy? Elaborate area. 10th, to what extent did commercialization during colonial period prove disastrous for the peasants? Discuss. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ എസ് എ ടൈപ്പ് അങ്ങനെ കുറേ ഡിസ്ക്രൈബ് ചെയ്താനുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ചിപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ മെഡീവൽ ഇന്ത്യൻ്റെ ടൈമിൽ എന്തൊക്കെയായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഒന്ന് അതിന് ജസ്റ്റ് ഒന്ന് എന്താണ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് നമുക്കത് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുക. പിന്നെ ഒന്ന് നമുക്ക് ലാസ്റ്റ് ഒന്ന് നമ്മൾ എഴുതിയ കാര്യങ്ങളെ തന്നെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലെങ്ത് കിട്ടും ചെയ്യും, കൂടുതൽ മാർക്സ് കൂടെ നേടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് 2016 ഡിസംബറിൽ ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റി എന്ന പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കാം. ട്രേസ് ദി ഗ്രോത്ത് ഓഫ് പാസ്റ്ററൽ നൊമാഡിസം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദി ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു ഇയറിൽ, ഇത് 2018 തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഡ്യൂറിങ് ദി ബ്രോൺസ് ഏജ്. തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി ഇൻ ദി റോമൻ റിപ്പബ്ലിക്. Fourth question, write a note on kingship and religion in Egypt. Fifth question, evaluate the process of acceptance and spread of the Christianity in Roman Empire. ഇങ്ങോട്ട് വരുന്നതിനും ഇതിൽ ഇപ്പോൾ നമുക്ക് മറ്റേതിലേക്ക് നമുക്ക് 5th അതുപോലെ 10th ഓപ്ഷണൽ ആയിരുന്നു, പക്ഷേ ഈ പേപ്പറിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇനി അതിൽ സെക്ഷൻ 2, എക്സാമിൻ ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് സ്കോളേഴ്സ് ഓൺ ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ ഡിക്ലൈനിലെ ഡിഫറെൻറ്റ് സ്കോളേഴ്സിൻ്റെ വ്യൂസ്. അപ്പം ഓരോ സ്കോളേഴ്സും എന്താണോ പറഞ്ഞിട്ടുള്ളത് പോയിൻ്റായിട്ട് ഇവിടെ എഴുതുക. ആൻഡ് 7th question, discuss the social organization and business activities of Banjaras and other business communities in medieval India. And 8th question, give a brief survey of new advances and developments in the area of science and technology in medieval Europe. 9th question, discuss in brief how the introduction of new technologies of warfare resulted in the changes in military tactics and strategy in early modern in Europe. And the 10th question, Emperor Cyrus Aztecs, the Abbasid Caliphate changes ഡെമോഗ്രഫി ഇൻ മെഡീവൽ യൂറോപ്പ്. അബ്ബാസിഡ് കാലിഫേറ്റ് എന്ന് പറഞ്ഞാൽ അബ്ബാസിഡ് കാലിഫേറ്റ് എന്താണ്, ഏത് പീരീഡിലാണുള്ളതാണ്, അതിൽ എത്ര കാലിഫ്സ് ഉണ്ട്, ആ ഓരോ കാലിഫ്സിനെ കുറിച്ച് കുറച്ചും കൂടെ എഴുതിയാൽ നമുക്കൊരു 10 മാർക്കിന് എഴുതാനുള്ള സാധനങ്ങളായിട്ട്. ആൻഡ് ഇനി 2016 ഡിസംബറിൽ മോഡേൺ വേൾഡ് നോക്കാം. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ മേജർ ക്രിറ്റിക്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. എൻലൈറ്റ്മെൻറ്റിൻ്റെ മേലുള്ള മേജർ ക്രിറ്റിക്സുകൾ എന്തൊക്കെയാണ് നോട്ട്സ് ആയിട്ട് എഴുതാൻ. ഡിഫൈൻ നാഷണലിസം. ഹൗ ഡി നാഷണലിസം എമർജ് ഇൻ മോഡേൺ വേൾഡ്. ഈ സെയിം ക്വസ്റ്റ്യന് ചോദിച്ചതാണ്. ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് മോഡേൺ സൊസൈറ്റി ദാറ്റ് എമർജ്ഡ് അറൗണ്ട് 18th to 19th centuries. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അണ്ടർ ഡെവലപ്മെൻറ്റ്. അണ്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്താണ്. വാട്ട് ആർ ദ പോളിസി ഓപ്ഷൻ ടു കൺട്രോൾ അണ്ടർ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമുക്ക് അവിടെ ചോദിച്ച കാര്യത്തിന് ഇതും എഴുതാം, എന്നാലും മാർക്ക് കിട്ടും. ഇനി 5th question, write short notes. Liberal views of the state, humanism, democratization, commercial
capitalism. ഇനി സെക്ഷൻ ബിയിൽ വരുന്നത് ഡിസ്കസ് ദ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് കൊളോണിയലിസം ഇൻ ജനറൽ ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഇമ്പാക്ട് ഓൺ ഇന്ത്യ. Seventh question, define unipolarity, analyze the debate over unipolarity and its future. Eighth question, explain the importance of revolution in printing and publishing in changing the modern world. Changing modern world like change ചെയ്യുന്നതിൽ പ്രിൻറ്റിങ് പബ്ലിഷിങ്ങും എന്ത് റെവല്യൂഷൻസ് എത്ര ഇമ്പോർട്ടൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എഴുതാനാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ടോട്ടൽ വാർ? ടോട്ടൽ വാർ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൗ ഡി ടോട്ടൽ വാർ ബ്രിങ് ചേഞ്ചസ് ഇൻ അവർ സൊസൈറ്റി? നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ടോട്ടൽ വാർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? 10th question, ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെമോഗ്രഫി ആൻഡ് ഡെവലപ്മെൻറ്റ്. ഡെമോഗ്രഫിയും ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനെ നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ട് എഴുതണം. ആൻഡ് 2016 ഡിസംബർ ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഡിസ്കസ് ദ നാച്ചർ ഓഫ് സദവാന സ്റ്റേറ്റ്. Discuss various approach to the study of early medieval polity. Second question. Third question, critically examine 18th century debates. And fourth question, discuss the main features of post-colonial Indian state. Fifth question, discuss the views of modern historian on nature of state under the Delhi Sultanate. In section B, examine the different categories of law in ancient India. 7th question, what were the main features of administration in Bengal in 18th century? 8th question, how did documentation project of the colonial state helps in preserving their rule in India? 9th question, write a note on the provincial and local administration under the Mughals. 10th question, write short note about 250 words. Ganasangha politics in North India, 3rd to 6th century AD പീരീഡും കൊടുത്തിട്ടുണ്ട്. ആൻഡ് പല്ലവ കിങ്ഷിപ്പ്, റെയിൽവേ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിഫിക്കേഷൻ ഇൻ നോർത്ത് ഇന്ത്യ, നൊബിലിറ്റി അണ്ടർ ദി ഡൽഹി സുൽത്താനേറ്റ്. ഇനി 2016 ജൂണിൽ ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റിയിൽ എക്സാമിൻ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പാസ്റ്ററൽ നൊമാഡിസം വിത്ത് സ്പെഷ്യൽ റെഫറൻസ്. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് urbanization during the Bronze Age. Did technology play a role in it? Any third question, analyze the essential features of institution of slavery in ancient Greece. Fourth question, write brief note on polity and society of the Mayan civilization. Why and how did it collapse? എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അത് കൊളാപ്സ് ചെയ്തിട്ടുള്ളത് എഴുതണം. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പൊളിറ്റി, സൊസൈറ്റി ആൻഡ് റിലീജിയൻ ഇൻ അറേബ്യ ബിഫോർ ദി റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ സ്പ്രെഡിന് വളർച്ചയ്ക്ക് മുന്നേ അറേബ്യയിൽ എങ്ങനെയായിരുന്നു പൊളിറ്റി, സൊസൈറ്റി, അതുപോലെ റിലീജിയൻ ഉണ്ടായിരുന്നത്. സെക്ഷൻ ബിയിൽ ഡിസ്കസ് ദ വേരിയസ് ഫോംസ് ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് 16th and 17th centuries. And 7th question, what were the reasons behind the introduction of the permanent settlement? Discuss its socio-economic impact. അപ്പം പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡക്ഷൻ്റെ കാരണം നമ്മൾ എഴുതണം, അതെന്താണെന്ന് എഴുതണം, അതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റുകൾ എന്തായിരിക്കും മുഴുവൻ എഴുതണം. അപ്പം 8th question, how does the debate over agricultural statistics enhance our understanding of agricultural production? Elaborate ചെയ്യുക. 9th question, discuss the changes that took place in the Indian small scale industries during the late 18th and early 19th centuries. അതുപോലെ 10th ഡൈയിങ് ആൻഡ് ക്ലോത്ത് പ്രിൻറ്റിങ് ഇൻ മെഡീവൽ പീരീഡിൽ എങ്ങനെയാണ്, എന്താണൊക്കെ എഴുതാം. ആൻഡ് ഏർലി കോൺസെൻഷസ് എങ്ങനെയാണ്, ഇമ്പാക്റ്റ് ഓഫ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺ എംപ്ലോയ്മെൻറ്റ്, ഗ്ലോബലൈസേഷൻ. ഇനി 2016 ഡിസംബറിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. റൈറ്റ് എ ബ്രീഫ് about major trends in the writing on the economic history of the ancient India. Second question, give a brief account of the economy of Satavahana Empire. Third question, discuss the various approaches to define Indian feudalism. Was there feudalism in India? ഇന്ത്യയിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡിബൈറ്റ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിബൈറ്റ്സ് നമ്മൾ എഴുതണം, എന്നിട്ട് നമ്മൾ പറയണം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ ഉത്തരത്തിലെത്തണം, ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ള ഉത്തരത്തിൽ ഇവിടെ എത്തണം. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇറിഗേഷൻ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി മെഡീവൽ പീരീഡ്. വാട്ട് വാസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി പ്രൊഡക്ഷൻ പ്രോസസ്. പിന്നെ അതുപോലെ 5th മെർച്ചൻറ്റ് ഗിൽഡ്സ് ഓർ സൗത്ത് ഇന്ത്യ, ഷുവാങ് സാങ് ഓൺ
extent and expansion of agriculture in early medieval Punjab, indigo production in medieval period, Marathas and land tax. ഇനി ഇതിൽ സെക്കൻഡ് ഇതിൽ വരുന്നത്, ഡു യു തിങ്ക് urban centers contributed in accelerating the economic activities among medieval India? Discuss. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. Discuss technological innovation during the medieval India. How did these innovations affect the economic pattern? Ninth question. Discuss the silent features of economic policy adopted in 1950s. How it was different from economy of the pre-independent India. Ninth question. Do you agree with the view of that medieval India was marked by unchanging stagnant economy? Elaborate ചെയ്യാൻ. Then to what extent did commercialization during colonial period prove disastrous for the peasants? ഇതും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി 2016 ജൂണിൽ ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റിയിൽ എക്സാമിൻ അത് പാസ്റ്ററൽ നൊമാഡ്സിൻ്റെ സെയിം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 3 തവണയായി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് എമർജൻസ് ഓഫ് urbanization ഡ്യൂറിങ് ബ്രോൺസ് ഏജ്. ഡിഡ് യു ടെക്നോളജി പ്ലേസ് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇതൊക്കെ ഇത് നമുക്ക് നമ്മുടെ നേരത്തെ ചോദിച്ച അതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ സെക്കൻഡ് പാർട്ടിൽ കമ്പയർ ആൻഡ് എക്സാമിൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻ ദി 2 ഫേസ് ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്. ഇതിൽ നമുക്ക് ഒരു ഭാഗം നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിച്ചതുപോലെ ഉണ്ട് കേട്ടോ. 7th question. Analyze how the Portuguese become the first European to establish their hold over Indian oceanic trade. Give a brief account of factors that give rise to Protestantism in 15th and 16th century. Trace the growth of urbanization in medieval period. Write short note ചെയ്താണ്. Features of Harappan cities, Christianity in the Roman Empire, Copernicus, gunpowder revolution and naval warfare. 2016 ജൂണിൽ മോഡേൺ വേൾഡ്. Analyze the influence of Enlightenment ideas on the socio-political order in Europe. Discuss the differences between the capitalist and socialist pattern of industrialization. Third question. What are the ways in which imperialism has been understood and explained? Fourth question. Discuss the nature of violence by the non-state actor in the contemporary world. ഇനി അതിൽ 5th വരുന്ന സെക്യുലർ ഐഡിയോളജി, ഗാന്ധിയൻ പെർസ്പെക്റ്റീവ് ഓൺ ദി സ്റ്റേറ്റ് ആൻഡ് ദ ന്യൂ ഇക്കണോമിക് പോളിസി, പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. സെക്ഷൻ ബിയിൽ വരുന്ന ഡിസ്കസ് ദ നേച്ചർ ഓഫ് ഇന്റർനാഷണൽ റിവാൽറീസ് ഇൻ ദ 20th century. റൈറ്റ് എ നോട്ട് ഓൺ നോൺ അലൈനഡ് മൂവ്മെന്റ്. And 8th question. What are the ways in which revolution in the realm of knowledge influence the modern world? 9th question. Analyze the impact of Russian revolution on the 20th century politics. പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് കൊളോണിയലിസം, ഡീകളനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ മോഡേൺ മെഡിസിൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇക്കോളജി. ഇനി 2016 ജൂണിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. Explain the transition from pre-state to state in early historic North India. അതുപോലെ രണ്ടാമത്തെ critically examine the nature of political processes in peninsular India between 6th to 8th century AD. Third question. Discuss the various interpretations of the nature of Mughal state. Fourth question. What were the instruments of control and legitimation used by colonial state to safeguard the colonial rule? Explain the nature of Vijayanagara state. Section will describe the administrative system of the Cholas. Write a note on central administration under Delhi Sultanate. Question വന്നിട്ടുള്ളതാണ്. Explain the colonial state's policy about natural and human resources. Describe the administrative system of the Mauryas. ഈ മൗര്യാസിൻ്റെ അതുപോലെ സതവാഹന അതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇനി ഇൻഡിപെൻഡൻറ്റ് സുൽത്താനേറ്റ് ഓഫ് മാൽവ ഇൻ ദ 14th century, ബറാനീസ് ഐഡിയ ഓഫ് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ചാർട്ടർ ആക്ട് ഓഫ് 1813, ദ പാലാസ്. ഇനി 2016 ജൂണിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമിയിൽ ക്വസ്റ്റ്യൻസ്. ക്രിട്ടിക്കലി എക്സാമിൻ ദ മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി. വാട്ട് ഈസ് ദ ന്യൂ ലിബറൽ ക്രിട്ടിക് ഓഫ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി? The second question. Discuss chief characteristics of Harappan cities. Third question. In what ways did the Agrahara and Brahmadeya grants
help in agrarian expansion in South India. Fourth question, state the presence of different categories of cultivators in the medieval period. Fifth question, early use of iron technology, irrigation in early medieval period, organization of Karkhana mode of production in the medieval period, abwabs or cessas in medieval period. In section 2, discuss the growth of coinage during the medieval period. What was the socio-economic impact of the commercialization during the colonial period? Eighth question, early colonial forest policy was governed by commercial rather than conservation needs. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കമൻറ്റ് ചെയ്യാൻ നമ്മളൊക്കെ എന്താണോ തോന്നുന്നത് എഴുതാനാണ്. നയൻത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ക്രിട്ടിക്കൽ നോട്ട് ഓൺ ഇക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ സിൻസ് 1991. 10th, decline of ports in the 18th century, pre-colonial tribal economy, Indian response to scientific knowledge in the colonial period, leather industry in 19th century. ഇനി 2015 ഡിസംബറിലെ ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ സൊസൈറ്റിയിലെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ന്യൂലിത്തിക് റെവല്യൂഷൻ, ഡിസ്കസ് റെഫറൻസ് ടു ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് 2018 ഡിസംബറിൽ വന്നിട്ടുണ്ട്, ജൂണിലോട്ട് വന്നിട്ടുണ്ട്. Analyze the use of metal and the process of urbanization in Bronze Age Mesopotamian. Third question, discuss the process of transition to democracy in ancient Greece. Fourth question, discuss the nature of state, society and religion in pre-modern China. And fifth, ഇതിൽ വരുന്ന pastoral nomadism, Egyptian religion in late Roman Empire, advent of Islam. And ഇനി മാസ്റ്റർ ഓഫ് ആർട്സ് സ്ട്രേ ഇതിൽ 2015 മോഡേൺ വേൾഡ്. ഹൗ ഡിഡ് റൊമാൻറ്റിക്സ് ആൻഡ് നീഡ്സ് ക്വസ്റ്റ്യൻ ദി ബേസിക് ടെനറ്റ്സ് ഓഫ് ദി എൻലൈറ്റ്മെൻറ്റ്. Second question, explain the salient features of the new society that emerged with the modernization around the 18th to 19th centuries. Third question, write in brief on the liberal concepts of state. What was the Gandhian perspective on the state? Fourth question, define colonialism and discuss the various states. Fifth question, write short note എഴുതാനുള്ളതാണ്. അതിൽ പോസ്റ്റ് മോഡേണിസം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, ദ ന്യൂ ഇക്കണോമിക് പോളിസി ആൻഡ് മാക്കിയവെല്ലി. ഇനി അതിൽ സെക്ഷൻ 2 ഹൗ ഡിഡ് ദ ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് റീഡിഫൈൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. അനലൈസ്, സെവൻത്ത് ക്വസ്റ്റ്യൻ, അനലൈസ് ദി റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് in the 19th and 20th century Europe. Why did first socialist revolution occur in Russia? അത് 8th ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് റഷ്യയിൽ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ ഉണ്ടായത്? അപ്പം അതിൻ്റെ കാരണങ്ങൾ നമ്മൾ എഴുതണം. 9th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ഇൻ്റർനാഷണൽ റിവൈൽസ് in the 20th century. 10th, do you agree, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ with the view that modern industrial development has come at a cost for entire humankind? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡിഫൈൻ ചെയ്യുക, ഇല്ലെങ്കിലും എന്തുകൊണ്ട് എന്ന് ഡിഫൈൻ ചെയ്യണം. 2015 ഡിസംബറിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയർ ഇൻ ദി ഏജ്സ് ഓഫ് ബുദ്ധ. Second question, describe the basic features of sovereignty in the princely state in colonial India. Analyze the chief features of Vijayanagara state. Fourth question, discuss the process of the emergence of 18th century politics. What were their chief characteristics? Fifth question, write short note ഏതാണ്? Satavahana political process in peninsular India between 6th to 8th century. ഇനി give an account of the law and judicial system in ancient India. How did Orientalists and evangelicals perceive the Indian socio-political system? 8th question, explain the nature of the land revenue administration under Delhi Sultanate. 9th question, critically examine the various interpretations regarding the nature of Mughal state. 10th, Brahmadaya and Nagaram, rise of Mahmud Gawan to power.
Mughal administration in Bengal in the 18th century. Macaulay Minute. ഇനി ഡിസംബർ 2015 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമിയാണ്. In what ways did the post-1915s historical writings on ancient Indian economy differ from early 20th century writing? അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് എഴുതാനും മതി. And second question, analyze the growth of trade and urban development during the century 2200 BC to AD through 300. Third question, discuss the debates over the issue of urban decay during the early medieval period 7th to 12th century. Fourth question, discuss the organization of craft production in the medieval period. And fifth question, guilds in Gupta period, Chalcolithic cultures in Rajasthan, Sluice in the Pandyan region, Pahi or Paikasht എന്താണ് ഇതാണ്. And the section 2, what was the nature of working of postal system in the Mughal India? 7th question, what role did the Indian merchants play in India's trade economy during the late 19th century? 8th question, what is the commercialization? Do you agree Indian commercialization began with the British imperialism? Agree ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അത് എന്താണ് കറക്റ്റ് എഴുതണം. വാട്ട് വാസ് ദ കൊളോണിയൽ പോളിസി ടുവേർഡ്സ് സയൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? 10th, സറഫ് ആൻഡ് ബേർഡ് ഹെൽഗേഴ്സ് ആൻഡ് കമ്പനി, 5-year plans, economic reforms in the 1990s. ആൻഡ് ഇനി 2015 ജൂൺ ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റിയിൽ discuss the transition from hunting-gathering economy to a food-producing economy in different parts of the world. Second question, briefly describe the geographical setting of the Bronze Age civilization. Analyze the socio-economic structure of any one of the Bronze Age civilization. Third question, discuss the main features of slavery in ancient Greece. Fourth question, examine the rise of Islam and founding of the Islamic State in the Arabian Peninsula. 5th, Paleolithic tools, Pharaonic Egypt, and conflict between patricians and plebeians in Rome, nomads and empires. ഇനി അതിലെ സെക്കൻഡ് സെക്ഷനിൽ how did the formation of nation state and economic development redefine international relations? Analyze the legacy of the French Revolution for the modern world. Explain the relationship between the demography and socio-economic change. What are the ways in which revolutions in realm of knowledge influence the modern world? Same question ചോദിച്ചതാണ്. Unipolarity, Decembrist uprising, counter insurgency and material culture. ഇനി 2015 ജൂണിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദി പൊളിറ്റിക്സ് between 3rd century AD to 6th century AD. Second question, what are the various perspectives regarding transition to early medieval period? Third question, critically examine 18th century debate. Fourth question, evaluate the nature of colonial state. Fifth, textual source on the statecraft and the Delhi Sultanate, theory of sovereignty under the Mughals. ഇനി അതിലെ സെക്ഷൻ 2, discuss the colonial policy towards education in late 19th century. 7th question, describe the administrative structure of the independent Sultanate of Malwa in the 15th century. Explain the working of the Mansab and Jagir system under the Mughals. 8th question. 9th question, discuss the various steps taken by British colonial power to establish the constitutional framework in India. Critically examine ചെയ്യാനാണ് in the nature of constitutional system. 10th, Nayaka and Iyengar system. French colonial power in India, the Mauryan Empire and the nature of post-colonial Indian state. ഇനി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി 2015 ജൂണിലുള്ളത്. ഡിസ്കസ് ദ മാർക്സിസ്റ്റ് അപ്രോച്ച് ടു സ്റ്റഡി ഓഫ് ദി മെഡീവൽ ഇന്ത്യൻ ഇക്കോണമി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് were the common characteristic features shared by larger Harappan settlement? Third question, give an account of the irrigation techniques used during the early medieval period. Fourth question, describe the non-agricultural taxes imposed by the Mughal states. And fifth question, write a short Siadoni inscription, Nagaram,
Karkhanas in medieval India, Brahmadeya grants. And section 2, critically examine the technological changes during the medieval period. 6th question. And 7th question, write a note on the revenue settlement introduced by British in India. 8th question, early colonial forest policy was governed by the commercial rather than the conservation needs. Same question ചോദിച്ചിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 9th question, discuss the nature of economic growth in the first 3 5-year plans. പിന്നെ 10th വരുന്നത് ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ പോർട്സ് ഇൻ ദി 18th century, early census 1871 to 72 and its limitations, sarais and other resting facilities in Mughal India, Birla Brothers. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2014 ഡിസംബറിലുള്ള ആൻഷ്യൻ ആൻഡ് മെഡീവൽ സൊസൈറ്റി. Discuss the development of tools from the lower to the upper Paleolithic period. Second question, analyze the distinct features of the social structures in Bronze Age civilization. Third, discuss the emergence of empires with special reference of Babylonian and Assyrian empire. Fourth question, analyze the distinctive features of kingship and religion in the pharaonic Egypt. And fifth question, discuss the rise of Islam in Arabia. How did it lead to the formation of Islamic State? Section 2. Sixth question, analyze the views of Lynn White Jr. and Perry Anderson on the nature of the feudalism in Europe. അവരുടെ വ്യൂസ് ഏതാണ്? Seventh question, discuss the major Indian merchant groups and their trading activities in the medieval period. Eighth question, what is Protestantism? Analyze its rise in Europe. Ninth question, critically analyze the various factors that contributed to the changes in demography in Europe. 10th question, the domestication of animals, struggle between patrician and plebeians in Roman Empire, Armenian merchants, gunpowder and its impact on medieval warfare. ഇനി 2014 ഡിസംബറിലെ മോഡേൺ വേൾഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഇമ്പാക്ട് ഓഫ് റിനൈസൻസ് ഓൺ ദി ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഐഡിയോളജീസ്. Second question, what are the distinctive features of the social structure of modern world? Third question, write a note on the process of emergence of nationalism in the modern world. Fourth question, what is commercial capitalism and what are its main features? Fifth question, what is decolonization? How has it been understood and explained by different scholars? അപ്പോൾ ഡിഫറെൻറ്റ് സ്കോളേഴ്സിൻ്റെ ഒപ്പീനിയൻസ് കൂടി എഴുതണം. And ഇനി sixth question, in what ways was the 20th century politics affected by the imperialist rivalries? Seventh question, write a note on the role played by the communications revolution in the transformation of the world. Eighth question, write a note on the counter-insurgency program of the Indian state. Ninth question, what do you understand by consumerism? How is it related to the modern economic development? ഇനി 10th ക്വസ്റ്റ്യനിൽ ടോട്ടൽ വാർ എന്താണ്, ഓർഗനൈസേഷൻ, മീനിങ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്താണ്, ഡെമോഗ്രഫിക് ചേഞ്ച് എന്താണ്. ഇനി അതിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ പേപ്പർ 2014 ഡിസംബറിൽ. ഡിസ്കസ് ദ നേച്ചർ ഓഫ് chiefdom in Tamilakam in early historic period. Describe the nature of the state formation under Rajputs. Third question, analyze the nature of the state under the Delhi Sultanate. Fourth question, write a critical note on the 18th century debate. Fifth, nature of Satavahana state, the Bahmani kingdom, administration during age of Janapada, source of law in ancient India. And sixth question, discuss the main features of the Portuguese seaborne empire. Seventh question, discuss the administrative measures of Murshid Quli Khan which resulted in the foundation of independent Bengal state. Eighth question, trace the genesis of princely state in India during the British rule. Ninth question, critically evaluate the colonial forest policy. And 10th, Nayaka system, nature of colonial state, rightward settlement, downward filtration theory. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് വരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി 2014 ഡിസംബർ. സ്റ്റഡി ദ മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ദി സ്റ്റഡി ദ മെഡീവൽ ഇന്ത്യൻ ഇക്കോണമി, പ്രൊവൈഡ് ഇറ്റ്സ് ക്രിട്ടിക് ചെയ്താണ്ട്. ഹൗ ഫ്യൂഡലിസം വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം, കമൻറ്റ് ചെയ്യാൻ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് വേരിയസ് ഫോംസ് ഓഫ് ലാൻഡ് റൈറ്റ്സ് ഇൻ തമിഴ് റീജിയൻ ഡ്യൂറിങ് 6th to 10th century CE.
Fourth question, discuss the categories of peasants during the medieval period. Do you agree the medieval village community represented undifferentiated, unstratified mass? And fifth, Nagaram, pastoral and forest economies during the medieval period, Karkanas, rural urban continuum in the medieval period. In the section 2, what role did commenta, insurance, and respondentia played in the facilitating the trading activities during the medieval period? Evaluate. Seventh question, evaluate socio-economic impact of the commercialization during the colonial period. Eighth question, analyze regional variation in the performance of food grain and non-food grain crops in the late 19th and early 20th century. Ninth question, examine the term reindustrialization in the context of the growth pattern of the Indian small-scale industries during the late 19th and early 20th century. പിന്നെ എഴുതാനുള്ളത് നാച്ചർ ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ മെഡീവൽ ഇന്ത്യ, ദ ക്രൈസിസ് ഓഫ് ഇക്കണോമിക് ദിരിഗിസ്മ ആൻഡ് ഡിക്ലൈൻ ഓഫ് സ്യൂററ്റ് ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പോൾ നമ്മൾ 2018 മുതൽ 2014 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഇനിയും നമ്മൾ അടുത്ത വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അടുത്ത വീഡിയോസ് വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു.